بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. والعاديات ضبحا വചനം 1. വൽ ആദിയാത്തി ഓടുന്നവ തന്നെയാണ്. ദബ്ഹ കിതച്ച് ശീഘ്രഗതിയിൽ ഓടുന്നവ തന്നെയാണ് സത്യം. فالموريات قدحا വചനം 2. ഫൽ മൂരിയാത്തി അങ്ങനെ തീ കത്തിക്കുന്നവ, എന്നിട്ട് തീ കത്തിക്കുന്നവ. ഖദ്ഹ കല്ല് ഉരസിയിട്ട്, അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീ പറപ്പിക്കുന്നവ. فالمغيرات صبحا വചനം 3. ഫൽ മുഗീറാത്തി അങ്ങനെ എന്നിട്ട് ആക്രമണം നടത്തുന്നവ. സുബ്ഹ പ്രഭാതത്തിൽ, അങ്ങനെ പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുന്നവ. فأثرن به نقعا വചനം 4. ഫഅസർന ബിഹി എന്നിട്ടു അതിൽ അവ ഇളക്കി വിട്ടു, കിളറിപ്പിച്ചു. നഖഅ പൊടിപടലം, എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ പൊടിപടലം ഇളക്കി വിട്ടു. فوسطن به جمعا വചനം 5. ഫവസത്ന എന്നിട്ടു അങ്ങനെ അവ മധ്യത്തിൽ ചെന്നു. ബിഹി അതിൽ, ജംഅ സംഘത്തിനു കൂട്ടത്തിൽ, എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ ശത്രുസംഘത്തിനു നടുവിൽ പ്രവേശിച്ചു. إن الإنسان لربه لكنود വചനം 6. ഇന്നൽ ഇൻസാന നിശ്ചയമായും മനുഷ്യൻ, ലിറബ്ബിഹി അവന്റെ റബ്ബിനോട്, ലകനൂദ് നന്ദി കെട്ടവൻ തന്നെയാണ്. നിശ്ചയമായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. وإنه على ذلك لشهيد വചനം 7. വ ഇന്നഹു നിശ്ചയമായും അവൻ, അലാദാലി അതിന്റെ മേൽ, ലഷഹീദ് സാക്ഷ്യം വഹിക്കുന്നവൻ തന്നെ. നിശ്ചയമായും അവൻ അതിനു സാക്ഷ്യം നൽകുന്നവനും തന്നെ. وإنه لحب الخير لشديد വചനം 8. വ ഇന്നഹു നിശ്ചയമായും അവൻ, ലിഹുബ്ബിൽ ഖൈരി നല്ലതിനോടുള്ള സ്നേഹത്തിൽ, ലഷദീദ് കഠിനമായവൻ തന്നെ. നിശ്ചയമായും അവൻ നല്ലതിനോട് അഥവാ ധനത്തോടു സ്നേഹത്തിൽ കാഠിന്യമുള്ളവനും തന്നെയാണ്. أفلا يعلم إذا بعثر ما في القبور വചനം 9. അഫലാ യഅ്ലമു എന്നാൽ അവൻ അറിയുന്നില്ലേ, അറിഞ്ഞുകൂടെ. ഇദാ ബുഅ്തിറ ഇളക്കി മറിക്കപ്പെട്ടാൽ, പുറത്തെടുക്കപ്പെട്ടാൽ, മാ ഫിൽ ഖുബൂർ ഖബറുകളിലുള്ളത്. എന്നാൽ അവൻ അറിയുന്നില്ലേ, ഖബറുകളിലുള്ളതു ഇളക്കി മറിച്ചു പുറത്താക്കപ്പെട്ടാൽ. وحصل ما في الصدور വചനം 10. വഹസ്സില വരുത്തപ്പെടുകയും വെളിക്കു കൊണ്ടുവരപ്പെടുകയും. മാ ഫിസ് സുദൂർ നെഞ്ചുകളിലുള്ളത്, ഹൃദയങ്ങളിലുള്ളത്. നെഞ്ച് അഥവാ ഹൃദയങ്ങളിലുള്ളത് വെളിക്കു വരുത്തപ്പെടുകയും ചെയ്താൽ, അഥവാ എന്തായിരിക്കും അപ്പോൾ അവന്റെ സ്ഥിതി?
إن ربهم بهم يومئذ لخبير. വചനം 11. ഇന്ന റബ്ബഹും നിശ്ചയമായും അവരുടെ റബ്ബ്, ബിഹിം അവരെപ്പറ്റി, യൗമ ഇദിൻ ആ ദിവസം, ലഖബീർ സൂക്ഷ്മജ്ഞാനി തന്നെ. നിശ്ചയമായും അന്നത്തെ ദിവസം അവരെപ്പറ്റി അവരുടെ റബ്ബ് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒത്തിണങ്ങിയ മുന്തിയ തരം കുതിരകളെക്കൊണ്ട് സത്യം ചെയ്തു പറയുന്നു എന്ന് സാരം. അതിശീഘ്രം കിതച്ചുപാഞ്ഞുകൊണ്ട് ഓട്ടത്തിന്റെ ഊക്കും വേഗതയും നിമിത്തം കാലുകൾ കല്ലിൽ ഉരസി തീപ്പറപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ എഴുന്നേറ്റ് പുറത്തു വരും മുമ്പായി പ്രഭാതവേളയിൽ തന്നെ അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തിക്കൊണ്ട് അന്തരീക്ഷം പൊടിപടലത്താൽ മൂടുമാറ് ജാഗ്രതയിൽ ശത്രുമധ്യേ കടന്നുചെന്ന് പടനടത്തുന്നവ എന്നിങ്ങനെയാണ് കുതിരകളുടെ ഗുണങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. യന്ത്രീകൃത യുദ്ധസാമഗ്രികൾ പ്രചാരത്തിൽ വരുന്നതുവരെ യുദ്ധരംഗങ്ങളിൽ കുതിരയ്ക്ക് വമ്പിച്ച സ്ഥാനമാണുണ്ടായിരുന്നത്. ധർമ്മസമരങ്ങൾക്ക് കുതിരകളെ സജ്ജമാക്കുന്നതിനും കുതിരപ്പയറ്റുകൾ പരിശീലിപ്പിക്കുന്നതിനും ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾക്കു വേണ്ടി നിങ്ങൾ കഴിയും പ്രകാരം ശക്തിയും കെട്ടിപ്പോഷിപ്പിച്ച കുതിരകളെയും നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്നും അതുമൂലം അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭീതിപ്പെടുത്താമെന്നും സൂറത്തു അൻഫാൽ 60 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് സ്മരണീയമാകുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവന്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കുതിരയെ വല്ലവരും മുടക്കിവെച്ചാൽ അതിന് വയറു നിറക്കുന്നതും ദാഹം തീർക്കുന്നതും അതു കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതെല്ലാം തന്നെ ഖിയാമത്തുനാളിൽ അവരുടെ തുലാസിൽ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി. അഥവാ അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിന്റെ ചലനങ്ങൾക്കും അവർക്ക് പുണ്യം ലഭിക്കുമെന്നും അവയെല്ലാം അവരുടെ സൽക്കർമ്മങ്ങളായി ഗണിക്കപ്പെടുമെന്നും താൽപ്പര്യം. ഉത്തമ ഗുണങ്ങളോടുകൂടിയ കുതിരകളെ തയ്യാറാക്കി വെക്കുവാനുള്ള പ്രോത്സാഹനവും കുതിരകളുടെ ഉത്തമ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സൂചനയും ഈ സത്യവാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം. മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഈ സത്യം മുഖേന അള്ളാഹു എടുത്തുകാട്ടുന്നത്. അള്ളാഹു പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി അവന് വേണ്ടുന്ന ആരോഗ്യം, ധനം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊടുത്ത് രക്ഷിച്ചു വളർത്തിപ്പോരുന്ന അവന്റെ രക്ഷിതാവാണല്ലോ അള്ളാഹു. അവനെക്കുറിച്ചുള്ള ബോധമോ ഭയപ്പാടോ ഇല്ലാതെ, അവന്റെ കൽപ്പനകൾ മാനിക്കാതെ, അവന്റെ മുമ്പിൽ തലകുനിക്കാതെ, അവന്റെ അനുഗ്രഹങ്ങൾ നന്ദിയും കൂറുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ് മനുഷ്യൻ. അവൻ തന്നെ അതിന് സാക്ഷ്യവും വഹിക്കുന്നുണ്ട്. അവന്റെ സ്ഥിതിഗതികൾ, അവന്റെ വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയും അവന്റെ മനസ്സാക്ഷി പോലും അതിന് സാക്ഷിയാണ്. പരപ്രേരണകളും സ്ഥാപിത താൽപ്പര്യങ്ങളും ഒഴിച്ചു നിർത്തി അല്പനേരം അവനൊന്ന് മനസ്സ് തുറന്നു ചിന്തിച്ചു നോക്കിയാൽ അവന്റെ മനസ്സാക്ഷി തന്നെ അവനോടത് തുറന്നു പറയും. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിനു പകരം ഐഹിക സുഖ സൗകര്യങ്ങളിലാണ് അവന്റെ ശ്രദ്ധ അവൻ കേന്ദ്രീകരിക്കുന്നത്. ധനമാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായി എന്തു മാർഗവും അവൻ സ്വീകരിക്കും. കിട്ടിയതെല്ലാം സ്വായത്തമാക്കും. കയ്യിലണഞ്ഞത് ചിലവാക്കാൻ കൂട്ടാക്കുകയില്ല. അവിടെയും നന്ദികേടു തന്നെ. 7-ാം വചനത്തിൽ വഇന്നഹു നിശ്ചയമായും അവൻ എന്ന വാക്കിലെ സർവനാമം അഥവാ ലമീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മനുഷ്യനാണ് എന്ന നിലക്കാണ് മുകളിൽ നാം വിവരിച്ചത്. അള്ളാഹുവാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്നും വരാം. ചില വ്യാഖ്യാതാക്കൾ ആ നിലക്കാണ് ആ വചനം വ്യാഖ്യാനിച്ചിരിക്കുന്നതും. മനുഷ്യന്റെ നന്ദികേടിന് അള്ളാഹു സാക്ഷിയാണ്, അഥവാ അവൻ അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അൽ ഖൈർ എന്നാൽ നല്ലത്, ഗുണം, ഉത്തമമായത് എന്നൊക്കെ വാക്കർത്ഥമാകുന്നു. ധനം ഒരു നല്ല വസ്തുവായി ഗണിക്കപ്പെടുന്നതുകൊണ്ട് ധനത്തെ അല്ലെങ്കിൽ ധനാധിക്യത്തെ ഉദ്ദേശിച്ചും ആ പദം ഉപയോഗിക്കാറുണ്ട്. സൂറത്തുൽ ബഖറ 180 ഈ അർത്ഥത്തിൽ ആ പദം അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ധനത്തെ മാത്രമല്ല, ഇഹത്തിൽ നന്നായി ഗണിക്കപ്പെടുന്ന എല്ലാറ്റിനെയും ഉദ്ദേശിച്ചാണ് അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെക്കുന്നതിലും അസാംഗത്യം കാണുന്നില്ല. ആ വചനത്തിന്റെ താൽപ്പര്യം അപ്പോഴും വ്യക്തമാണല്ലോ. അല്ലാഹു ആലം. നന്ദിയില്ലാത്ത മനുഷ്യനെ അള്ളാഹു താക്കീത് ചെയ്യുന്നു. മരണപ്പെട്ടവരെല്ലാം ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ഓരോരുത്തന്റെയും ഹൃദയത്തിൽ ഒളിഞ്ഞുകിടപ്പുള്ള വിചാര വികാര രഹസ്യങ്ങളെല്ലാം വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന
ഒരു ദിവസമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലേ? അവന്റെ ഒരൊറ്റ രഹസ്യവും അന്ന് വെളിക്കു വരാതിരിക്കയില്ല. എല്ലാം അല്ലാഹു ശരിക്കും സൂക്ഷ്മമായും അറിയുന്നവനാണ്. ഇതവർ ഓർത്തുകൊള്ളട്ടെ.